നമസ്കാരം. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഇതിഹാസം ഷെയ്ൻ വോൺ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയ കുപ്പിയിൽ ഇന്ത്യൻ നിർമ്മിത ലൈംഗിക ഉത്തേജക മരുന്ന് ആണ് ഉണ്ടായിരുന്നത്. കാമാഗ്ര എന്നറിയപ്പെടുന്ന മരുന്നാണ് വോണിന്റെ മുറിയിൽ ഉണ്ടായിരുന്നത് എന്നതാണ് പുതിയ വെളിപ്പെടുത്തൽ. വയാഗ്രയിലേതിന് സമാനമായ ഘടകങ്ങൾ അടങ്ങിയ മരുന്നാണ് കാമാഗ്ര. ഇത് ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്ക് ഈ മരുന്ന് നൽകാറില്ല. തായ്ലാന്റിൽ മരുന്നിന് നിരോധനമുണ്ടെങ്കിലും കടകളിൽ രഹസ്യമായി ഇത് വിൽക്കാറുണ്ടെന്നാണ് വിവരം. ഇത്തരം വിൽപ്പനാ കേന്ദ്രങ്ങളിൽ നിന്നും വോണിനായി എത്തിച്ചതാകാം ഇതെന്നാണ് നിഗമനം. ഹൃദയ സംബന്ധമായ അസുഖങ്ങളും ആസ്മയും ഉണ്ടായിരുന്ന വോൺ ഈ മരുന്ന് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നുവെന്ന് മെഡിക്കൽ രംഗത്തെ വിദഗ്ധർ പറയുന്നു. ഷെയ്ൻ വോൺ മരിച്ചു കിടന്ന മുറിയിൽ രക്തവും കണ്ടെത്തിയിരുന്നു. ആരോഗ്യനില വഷളായതോടെ വോണിന്റെ വായിലൂടെ രക്തം പുറത്തേക്ക് വന്നതാകാമെന്നാണ് വിവരം. വർഷങ്ങൾക്ക് ശേഷം വോണിന്റെ മുറിയിൽ മാരക ഉത്തേജക മരുന്നായ വയാഗ്ര ജെല്ലി ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ. ക്രിക്കറ്റ് ഇതിഹാസത്തിന് നാണക്കേട് ഉണ്ടാകാതിരിക്കാൻ അത് മുറിയിൽ നിന്ന് മാറ്റിയെന്ന് മാത്രം. തായ്ലൻഡിൽ സുലഭമായ കാമാഗ്ര എന്ന മരുന്നാണ് മുറിയിൽ ഉണ്ടായിരുന്നത്. വോണിന്റെ ശരീരത്തോട് ചേർന്നായിരുന്നു മരുന്നുണ്ടായിരുന്നത്. ഈ ഉത്തേജക മരുന്ന് ഉപയോഗവും മരണത്തിന് കാരണമായിരിക്കാമെന്ന സംശയമുണ്ട്. പോലീസ് റിപ്പോർട്ടിൽ നിന്ന് പോലും കാമാഗ്രയുടെ സാന്നിധ്യം ഒഴിവാക്കി. പോലീസ് ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് ഇതെന്നും പേര് വെളിപ്പെടുത്താത്ത പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. ഓസ്ട്രേലിയൻ അധികാരികളും ഇതൊന്നും പുറത്തു വരുന്നത് ആഗ്രഹിച്ചിരുന്നില്ല. രാജ്യത്തിന്റെ ദേശീയ ഹീറോയുടെ മരണം ഇത്തരത്തിൽ വിവാദങ്ങളിൽപ്പെടാൻ ഓസ്ട്രേലിയയും ആഗ്രഹിച്ചിരുന്നില്ല എന്ന് വേണം കരുതാൻ. 3 ലൈംഗിക തൊഴിലാളികൾക്കൊപ്പം സെക്സ് ആഘോഷമാക്കുമ്പോഴായിരുന്നു വോണിന് മരണം സംഭവിച്ചത്. ലഹരിയും പാർട്ടിയും എല്ലാം ജീവിതത്തിന്റെ ഭാഗമാക്കിയ വോണിന്റെ മരണം അന്നും ഇന്നും ദുരൂഹമാണ്. ഇതിനിടെയാണ് ഉത്തേജക മരുന്നിന്റെയും സെക്സിന്റെയും വാർത്തകൾ പുറത്തു വരുന്നത്. മരണത്തിൽ അസ്വാഭാവികതയൊന്നുമില്ലെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. കാമാഗ്രയുടെ സാന്നിധ്യം ഒഴിവാക്കിയത് പോലീസ് ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നായിരുന്നു. ഓസ്ട്രേലിയൻ അധികാരികളും ഇതൊന്നും പുറത്തു വരുന്നത് ആഗ്രഹിച്ചിരുന്നില്ല. ഷെയ്ൻ വോൺ മരിക്കുന്നതിന് മുൻപായി 4 യുവതികൾ താരത്തിന്റെ മുറിയിലെത്തിയതായി റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു. വോൺ മരിക്കുന്നതിന് ഏകദേശം 2 മണിക്കൂർ മുൻപാണ് യുവതികൾ റൂമിലെത്തിയത്. ഉഴിച്ചിലിനായാണ് ഇവരെത്തിയതെന്നായിരുന്നു അന്ന് വന്ന റിപ്പോർട്ട്. വോൺ താമസിച്ചിരുന്ന ബാങ്കോക്കിലെ റിസോർട്ടിലെ CCTV ദൃശ്യങ്ങളിൽ യുവതികൾ വന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ വ്യക്തമാണ്. ഇവരാണ് വോണിനെ ഏറ്റവും ഒടുവിൽ ജീവനോടെ കണ്ടത്. എന്നാൽ വോണിന്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് തായ്ലാന്റ് പോലീസ് അറിയിക്കുകയായിരുന്നു അന്ന്. വോൺ മരിച്ച ദിവസം ഉച്ചയ്ക്ക് 1:53-നാണ് 4 യുവതികൾ റൂമിലെത്തിയത്. 2:58-ഓടെ ഇവർ റൂമിൽ നിന്ന് പുറത്തുപോയി. ഈ യുവതികൾ റിസോർട്ടിൽ നിന്ന് മടങ്ങി ഏകദേശം 2 മണിക്കൂറിന് ശേഷമാണ് വോണിനെ സുഹൃത്തുക്കൾ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. തായ്ലാന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി 6 ദിവസങ്ങൾക്ക് ശേഷമാണ് മൃതദേഹം ജന്മനാട്ടിലെത്തിച്ചത്. തായ്ലൻഡിലെ കോ സമുയിയിലെ വില്ലയിൽ താരത്തെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയും ആശുപത്രിയിൽ വെച്ച് മരണം സ്ഥിരീകരിക്കുകയായിരുന്നുവെന്നുമാണ് അന്ന് വന്ന റിപ്പോർട്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 145 മത്സരങ്ങളിൽ നിന്ന് 708 വിക്കറ്റുകൾ നേടിയ വോൺ 194 ഏകദിനങ്ങളിൽ നിന്ന് 293 വിക്കറ്റും നേടിയിട്ടുണ്ട്. ടെസ്റ്റിൽ 37 തവണ 5 വിക്കറ്റ് പ്രകടനവും 10 തവണ 10 വിക്കറ്റ് പ്രകടനവും നടത്തിയിട്ടുണ്ട്. IPL രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനായിരുന്നു. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി 1992-നും 2007-നും ഇടയിൽ 145 ടെസ്റ്റുകളും 194 ഏകദിനങ്ങളും കളിച്ച വോൺ ആകെ 1001 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. നന്ദി.